ഹലോ ഫ്രണ്ട്സ്, മലയാളി ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ ഈ വണ്ടിയെ പറ്റിയുള്ളൊരു റിവ്യൂ ആണ്. അപ്പോൾ ഒരു കുഞ്ഞു റിവ്യൂ ആണ്. എനിക്ക് വലുതായിട്ട് റിവ്യൂ എടുത്തൊന്നും യാതൊരു പരിചയമില്ല. അപ്പം നമുക്ക് ഈ കുഞ്ഞു റിവ്യൂയിലേക്ക് കടക്കാം. അപ്പം ആരെങ്കിലും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൺഫേം ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി വേണം. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ന്യൂട്രോൺ Z350 എന്ന ഈ വണ്ടി ട്രിവാൻഡ്രം മിഡ് റോഡിലുള്ള എൽത്തോ ഇലക്ട്രോണിക് വെഹിക്കിൾസ് എന്ന ഷോറൂമിൽ നിന്നാണ് നമ്മളെടുത്തത്. ഏകദേശം ഇതിൻ്റെ പ്രൈസ് റേഞ്ച് 62,500 രൂപ വരെ. ഇതിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബട്ടൺ ബ്രേക്കുമാണ് മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 350 വാട്ട്സ് പവറുള്ള ഇലക്ട്രിക് മോട്ടോഴ്സാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 8 രൂപയുടെ കറണ്ട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഈ വണ്ടി. പിന്നെ 70 കിലോമീറ്റർ മൈലേജൊക്കെ കമ്പനി അവകാശപ്പെടുന്നെങ്കിൽ നമുക്കൊരു 60-65 വരെയൊക്കെ മാക്സിമം പോകാൻ പറ്റും. പിന്നെ ഹെൽമെറ്റും ഇൻഷുറൻസ് ഒന്നും വേണ്ടല്ലോ വണ്ടിയിൽ. പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെൽമെറ്റും എടുത്ത് വയ്ക്കാം, ഇൻഷുറൻസും ഒന്ന് എടുത്ത് വയ്ക്കാവുന്നതാണ്. ന്യൂട്രോൺ എന്ന കമ്പനിയുടെ Z350 എന്ന മോഡലാണ് നമ്മളെ കയ്യിലിരിക്കുന്ന വണ്ടി. ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം 2 ദിവസമായിട്ടേ ഉള്ളൂ. ഈ വണ്ടിക്ക് തോന്നുന്നത് നമുക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റും വയ്ക്കാം, വേണമെങ്കിൽ ഇൻഷുറൻസും എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 25 km/h ആണ്. അതിൽ കൂടുതൽ പോകില്ല, കാരണം സെക്യൂരിറ്റി റീസൺസ്, കാരണം ലൈസൻസും വേണ്ട, ഹെൽമെറ്റും വേണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടോപ്പ് ലെവലിൽ നിന്ന് വന്ന് 25 km കൂടുതൽ വേഗത്തിൽ ഈ വണ്ടി പോകത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ താക്കോലിൻ്റെ കൂടെ ഒരു സെൻട്രൽ ലോക്കും കൂടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വേണമെങ്കിൽ ലോക്ക് ഓഫ് ആക്കാം, ലോക്ക് ഓൺ ആക്കാം. അപ്പോൾ നമ്മൾ ലോക്ക് ഓൺ ആക്കിയ ശേഷം ആരെങ്കിലും വണ്ടിയിൽ വന്ന് കയറി ഇരിക്കുകയാണെങ്കിൽ ഈ സൗണ്ട് കേൾക്കുന്നു. അല്ല, നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നോക്കുകയാണെങ്കിൽ ഈ സൗണ്ടും കേൾക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ഓൺ ആക്കിയാൽ മതി. അപ്പം ഈ സൗണ്ട് അങ്ങ് നിൽക്കും. സീറ്റ് വന്നിട്ട് നല്ല സോഫ്റ്റാണ്, ഇരിക്കാൻ നല്ല സോഫ്റ്റുമാണ്, നല്ല കുഷൻ്റെ സീറ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ സീറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ആദ്യം നോക്കാം. അപ്പം സീറ്റിനകത്ത് ഒരു ചാർജറുണ്ട്. അത് നമ്മൾ സാധാരണ ചാർജിങ് പോർട്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അവർ തന്നതുപോലെ ഞാൻ വച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതാ സാധാരണ ചാർജിങ് പോർട്ടാണ്, ഇത് വെച്ചിട്ടാണ് നമുക്ക് ചാർജ് ചെയ്യണത്. പിന്നെ ഇതിനകത്തുള്ളത് നമുക്കൊരു കാറ്റ്ലക്ക് ഉണ്ട്, ഇതിൻ്റെ ഒരു കാറ്റ്ലക്ക് ഉണ്ട്. ദെൻ വേറൊരു ഗ്യാരണ്ടി കാർഡ് കൊടുത്തൊരു കാർഡുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഇൻഷുറൻസിൻ്റെ പേപ്പറും ഒരു സേഫ്റ്റിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിനായിട്ടുള്ളത് ഒരു വണ്ടിയിൽ മെയിനായിട്ട് 5 ബാറ്ററികളാണ് ഉള്ളത്. 1, 2, 3, പിന്നെ ഇവിടെ 1, 4, 5. ഈ 5 ബാറ്ററിയാണ്. അവർ പറഞ്ഞനുസരിച്ച് വെള്ളം വീണാലും ഈ സൈഡിൽ കൂടെ വെള്ളം വീണാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഈ 5 ബാറ്ററി ഈ സാധാരണ ചാർജിങ് പോർട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചാർജ് കൊടുക്കണേ കാണാം. ഈ ചാർജ് ഇതിനായിട്ട് 2 പ്ലഗാണുള്ളത്. ഇത് വണ്ടി കൊടുക്കുന്നതും ഇത് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നതും. ചെയ്യേണ്ടത്, ഈ ഭാഗത്തായിട്ട് ഒരിതുണ്ട്, അതിന് തുറന്നതിന് ശേഷം ഈ ഭാഗം ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ദെൻ ഈ സ്വിച്ചിനെ കൊണ്ട് നമ്മൾ പ്ലഗിലേക്ക് കുത്തുന്നു. ഇതിവിടെ വന്നിട്ട് ഒരു ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റ് ചുവപ്പ് മാറി പച്ചയാകുന്ന സമയത്ത് ചാർജ് ഫുള്ളായെന്നാണ് അർത്ഥം. അപ്പോൾ ഏകദേശം 5 to 6 hours വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാർജ് ഇട്ടേക്കേണ്ടി വരും. അതായത് ചാർജ് ഒട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ 5 to 6 hours ആണ് ചാർജിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. വണ്ടി ഒരു 5 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ ഈ സീറ്റ് നമ്മൾ ഓഫാക്കി ഇടണം. അപ്പം ബാറ്ററി ലോസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. അല്ലാതെ ഈ ചാർജുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വണ്ടിക്ക് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇതെന്ത് ചെയ്യും, ഈ ALCB ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ടിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ALCB ഓണാക്കിയതിന് ശേഷം വേണം വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലും നമ്മൾ ഫോണോ മറ്റു കാര്യങ്ങളോ വയ്ക്കാനായിട്ട് ഒരു ബോക്സ് ഉണ്ട്, 2 ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോണോ അല്ലാതെ വെയിറ്റ് ഇല്ലാത്ത പേഴ്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വയ്ക്കാവുന്ന 2 റാസാണ് ഉള്ളത്. ഇതിന് പ്രത്യേകം വേറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യുക, എടുക്കുക, ദാറ്റ്സ് ഓൾ. അപ്പം വണ്ടി നമ്മൾ ഓണാക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഒരു P തെളിയും. ഈ P എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ പാർക്കിംഗ് മോഡിലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ P മാറുന്നതിന് വേണ്ടി ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ഏതെങ്കിലും ബ്രേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ആ P മാറിയിട്ട് സാധാരണ മോഡിലേക്ക് വണ്ടി വരും. പിന്നെ ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരു ആറുണ്ട്. ആറെന്ന് വെച്ചാൽ റിവേഴ്സ് പോകാനാണ്. ജസ്റ്റ് നമ്മൾ വണ്ടി ഒന്ന് എടുക്കുന്നു, സ്റ്റാൻഡ് ഒന്ന് മാറ്റുന്നു. സ്റ്റാൻഡ് മാറ്റി ബ്രേക്ക് വിട്ടാൽ മാത്രമേ ഈ വണ്ടി മുന്നോട്ടേക്ക് പോകുള്ളൂ. ബ്രേക്ക് പിടിച്ചുകൊണ്ടാണെങ്കിൽ വണ്ടി ഒരിക്കലും മുന്നോട്ട് പോവില്ല. ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് മുന്നോട്ടേക്ക് പോകും.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വണ്ടിക്ക് റിവേഴ്സ് സ്വിച്ച് ഉണ്ട്. നമ്മൾ സാധാരണ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് നമ്മൾ ആക്സിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തള്ളാതെ തന്നെ വണ്ടി പിന്നോട്ടേക്ക് പോകുന്നതാണ്. ദാ ഇതുപോലെ. നമുക്കിവിടെ ഫോണൊക്കെ ചാർജ് കൊടുക്കാൻ വേണ്ടി ചാർജിങ് പോർട്ടുണ്ട്. ഇവിടെ ഫോൺ ഇട്ടതിന് ശേഷം ആ ചാർജറിനെ ഇതിലേക്ക് കണക്ട് ചെയ്തതിന് ശേഷം ചാർജ് വെച്ച് ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചിരുന്നാൽ മതി. നമുക്ക് ഫോണ് ചാർജ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിനി വേറെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ വണ്ടി കയറിയിരിക്കുന്നു, ജസ്റ്റ് ഒന്ന് ആക്സിലേക്ക് കൊടുക്കുന്നു, വണ്ടി ഓട്ടിച്ചുകൊണ്ട് പോകുന്നു. ബായ്.